എല്ലാരെ പോലെ തന്നെ നാട്ടിലെ പെട്ടി കിട്ടുമ്പോ കിട്ടുന്ന സന്തോഷം ഉണ്ടല്ലോ, അതൊന്നും വേറെ ലെവലാണ്. എനിക്കും പ്രത്യേകിച്ച് ടീക്കോന്. പെട്ടി തുറന്നപ്പോ തന്നെ ആദ്യം കണ്ട സാധനം കണ്ടിട്ട് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഇതിന്റെ അകത്ത് എന്താ ഉള്ളത്. ഇനി ഇതിന്റെ ഷേപ്പ് വെച്ചിട്ട് ഇതിന്റെ അകത്ത് എന്താ ഉള്ളതെന്ന് എല്ലാരും കമന്റ്സിൽ ഗസ് ചെയ്യും. അവസാനം പറയാം അതിന്റെ അകത്ത് എന്താ ഉള്ളത്. പൊതുവെ നാട്ടിൽ നിന്ന് ഞങ്ങൾ സാധനം അയക്കാറുള്ളത് മലബാർ വേൾഡ് വൈഡ് ലോജിസ്റ്റിക്സ് വഴിയിട്ടാണ്. ഇവർ ചൂസ് ചെയ്യാനുള്ള മെയിൻ റീസൺ തന്നെ ഇവർ സേഫ് ആൻഡ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പാക്കേജസ് ഒക്കെ അയക്കുന്നതാണ്. അതിന് പുറമെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് നമ്മൾ അവിടുന്ന് സാധനം അയച്ചതിന് ശേഷം എല്ലാ അപ്ഡേറ്റ്സും നമുക്ക് വാട്സപ്പിൽ അയച്ചത്. എന്നെ അസിസ്റ്റ് ചെയ്തത് കൈലാസ് എന്ന് പറഞ്ഞിട്ട് ഒരാളായിരുന്നു. പുള്ളി നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. എല്ലാ അപ്ഡേറ്റ്സും കൃത്യമായിട്ട് എനിക്ക് വാട്സപ്പിൽ അയച്ചു. പെട്ടിക്കകത്ത് ഉണ്ടായിരുന്ന ഒരു സാധനത്തിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ്. എന്റെ അമ്മയുടെ ഫ്രണ്ട് രേഷ്മ ചേച്ചിയും രതീഷ് ഏട്ടനും ഞങ്ങൾക്ക് കുറച്ച് ക്യാൻഡീസ് അയച്ചു തന്നിട്ടുണ്ട്. പാക്കറ്റിൽ പൊതിഞ്ഞ് അയച്ച സ്നേഹത്തിന് നന്ദി. ഓരോ പൊതി തുറക്കുമ്പോഴും അതിന്റെ അകത്ത് എന്താണെന്ന് അറിയാനുള്ള എക്സൈറ്റ്മെന്റ് ടീക്കോന് തന്നെയായിരുന്നു കൂടുതൽ. അങ്ങനെ കുക്കർ തുറന്നു നോക്കിയപ്പോഴേക്കും അതിലും സേഫ് ആയിട്ടാണ് ഇവർ പാക്കേജിങ് ചെയ്തേക്കുന്നത്. സാമ്പാർ പൊടിക്കൊന്നും ഒന്നും പറ്റിയിട്ടില്ല. അടുത്ത പെട്ടി നാട്ടിൽ നിന്ന് അയക്കുമ്പോഴേക്കും ഈ പുളിമുട്ടായി, കച്ച, മാംഗോ, കോപ്പിക്കോ ഒന്നും അയക്കാൻ മറക്കരുത്. പിന്നെ ടീക്കോയ്ക്ക് നാട്ടിൽ എന്റെ പാരന്റ്സിന്റെ വക ഒരു ഗിഫ്റ്റും കിട്ടി. ഇത്രയും പ്ലാസ്റ്റിക് ആണ് കുഞ്ഞു പെട്ടിയിൽ ഉണ്ടായിരുന്നത്. എനിക്ക് ഒരു പ്രൊഡക്റ്റിനും ഡാമേജസോ ഒന്നും ഉണ്ടായിരുന്നില്ല. പെട്ടി പൊട്ടിച്ചപ്പോ തൊട്ട് തിന്നാൻ തുടങ്ങിയതാണ്. ടീക്കോ ഇതുവരെ നിർത്തിയിട്ടില്ല. അപ്പൊ അത്രേ ഉള്ളൂ. ഡൂയി